കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ 14 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്ക് ദാരുണാന്ത്യം. മരിച്ച 14 മലയാളികളെയും തിരിച്ചറിഞ്ഞു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം സ്വദേശികളാണ് മരിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നു. ഇന്ന് തുടങ്ങാനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ ചടങ്ങുകളും ഒഴിവാക്കി. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയത്തിനകം കുവൈറ്റിലെത്തും. ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഡൽഹി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. അരുൺ, എന്താണ് നൽകാൻ കഴിയുന്ന ഒടുവിലത്തെ വിവരങ്ങൾ? വേണു, കുവൈറ്റിലുണ്ടായ അപകടത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 27 ആളുകളാണ് കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുവൈറ്റിലുള്ള 5 ആശുപത്രികളിലായിട്ടാണ് ഇവർക്ക് ചികിത്സ നൽകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ അദാൻ ഹോസ്പിറ്റലിൽ 10 പേരാണ് ചികിത്സ തേടുന്നത്. അതോടൊപ്പം തന്നെ മുബാറക് ഹോസ്പിറ്റലിൽ 7 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജെഹ്റ ഹോസ്പിറ്റലിൽ 6 പേരുണ്ട്. ഫർവാനി ഹോസ്പിറ്റലിൽ ഒരാളും അൽജബർ ഹോസ്പിറ്റലിൽ 3 പേരുമാണ് ചികിത്സ തേടുന്നത്. ഇന്നലെ പരിക്കേറ്റ 56 ആളുകളെയാണ് വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളെയും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് വരുന്നത്. ഇവരിൽ പൊള്ളലേറ്റവരുണ്ട്, അതോടൊപ്പം തന്നെ പുക ശ്വസിച്ചതിനുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, അതോടൊപ്പം വീണ് പരിക്കേറ്റ ആളുകളുമുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന 49 ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് എന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ. ഈ 49 ആളുകളിൽ 43 ആളുകൾ ഇന്ത്യക്കാരാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 14 മലയാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പത്തനംതിട്ട സ്വദേശികളും 3 കൊല്ലം സ്വദേശികളും കോട്ടയം, കാസർഗോഡ്, മലപ്പുറം സ്വദേശികളായ 2 പേരുടെയും കണ്ണൂർ സ്വദേശിയായ ഒരാളുടെയും മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹവും ഇപ്പോൾ വിവിധ ആശുപത്രികളിലെ മോർച്ചറികളിൽ എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ച ജീവനക്കാരുടെ കുടുംബത്തോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഈ ഒരു കമ്പനി അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരെ പരമാവധി നാളെ തന്നെ അവരുടെ നാട്ടിലെത്തിക്കുന്നതിനുള്ള മുൻഗണനയാണ് നൽകുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കമ്പനി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ നഷ്ടപരിഹാരങ്ങളും പരമാവധി അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായിട്ട് എല്ലാ ചികിത്സാ സഹായങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുമാണ് മാനേജ്മെന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരിൽ ഗുരുതര പരിക്കേറ്റവരുണ്ട്. അവർക്ക് കുവൈറ്റിൽ നിന്ന് അല്ലാതെ തന്നെ നാട്ടിൽ നിന്ന് ചികിത്സ തേടേണ്ടവരുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകേണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അറിവുകളും വരാനുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അല്പസമയത്തിനുള്ളിൽ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് കുവൈത്ത് അധികാരികളും പ്രത്യേകം തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ ഒരു അപകടത്തിന്റെ സാഹചര്യത്തിൽ കുവൈത്ത് അധികാരികളും കൃത്യമായി തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. കെട്ടിടത്തിൽ അനുവദനീയമായ കൂടുതൽ ആളുകൾ താമസിച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ളൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി തന്നെ ഇന്നലെ അധികാരികൾ കണ്ടെത്തിയത്. ഉത്തരവാദികളെ കണ്ടെത്തി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനോട് ഇന്നലെ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കുവൈത്ത് അധികൃതരും കൃത്യമായി തന്നെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. വേണം. ശരി, അരുൺ പറാട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.